നമസ്കാരം. താലിസ്മാൻ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2021 ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോർപ്പറേഷൻ എന്നൊരു ഓർഗനൈസേഷനെ പറ്റിയാണ്. ഇത് ആരംഭിച്ച് 1969 ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജിദ്ദ, സൗദി അറേബ്യ ആണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 57 മെമ്പർ കൺട്രീസ് ആണ് ഇതിലുള്ളത്, ഇൻക്ലൂഡിംഗ് ഇറാൻ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് OIC, അതായത് ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോർപ്പറേഷൻ. ഫസ്റ്റ് വരുന്നത് UN, അതിനുശേഷം വരുന്ന ലാർജസ്റ്റ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ OIC ആണ്. ഇന്ത്യയുടെ മെമ്പർഷിപ്പ് ഇവിടെ ബാൻ ചെയ്യപ്പെടാൻ കാരണം കാശ്മീർ ഇഷ്യൂവിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഒബ്ജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇതിൽ മെമ്പർഷിപ്പ് കിട്ടാത്തത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ടു റേസ് ദ കളക്റ്റീവ് വോയിസ് ഓഫ് മുസ്ലിം വേൾഡ് എന്നാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. റേസ് ദ കളക്റ്റീവ് വോയിസ് ഓഫ് മുസ്ലിം വേൾഡ്. മുസ്ലിം വേൾഡിൻ്റെ ഒരു കളക്റ്റീവ് വോയിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് OICയുടെ ഒബ്ജക്റ്റീവ്. ഇതിന് UN-ലും യൂറോപ്യൻ യൂണിയനിലും പെർമനന്റ് ഡെലിഗേഷൻസ് ഉണ്ട്. UN-ലും യൂറോപ്യൻ യൂണിയനിലും പെർമനന്റ് ഡെലിഗേഷൻസ് ഉണ്ട്. ഇത്രയാണ് OICയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്നാണ് ഫോം ചെയ്തത്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇന്ത്യ മെമ്പർ ആണോ അല്ലയോ, എവിടേക്കാണ് ഇതിന് പെർമനന്റ് ഡെലിഗേഷൻസ് ഉള്ളത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്. അടുത്തത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. 2014-15 ബ്രിക്സ് എന്നുള്ള റീജിയണൽ ഗ്രൂപ്പിംഗ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവർ ചേർന്ന് ആരംഭിച്ച ഒരു ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. ഇതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടി മണി ലെൻഡിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ടാണുള്ളത്. ആർക്കും ഒരു വീറ്റോ പവർ കൊടുത്തിട്ടില്ല. ഇത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രൊജക്ട്സിനെ ഫണ്ട് ചെയ്യും, ലോൺ ഗ്യാരണ്ടി കൊടുക്കും, ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ എടുക്കും, ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂസിൽ പുതുതായിട്ട് വരാൻ കാരണം പുതുതായി ഒരു 4 മെമ്പേഴ്സിനെ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. UAE, ഉറുഗ്വയ്, ബംഗ്ലാദേശ്, ഈജിപ്ത്. ഈജിപ്റ്റാണ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തത്. UAE, ഉറുഗ്വയ്, ബംഗ്ലാദേശ്, ഈജിപ്ത്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അടുത്താണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. 2013 ചൈന ഇത് ലോഞ്ച് ചെയ്യുന്നത്. ചൈനയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി അവരാരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവ്. ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, അതായത് പോർട്സ്, റെയിൽവേ, എനർജി, ഡിജിറ്റൽ നെറ്റ്വർക്ക്, ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലുള്ള എല്ലാ സ്ഥലത്തും ഇവരുടെ പ്രൊജക്ട്സുകൾ കൊണ്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. ചൈന ടു ദിസ് റീജിയൻസ് ലിങ്ക് ചെയ്യിപ്പിക്കുക ത്രൂ ദിസ് നെറ്റ്വർക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സ്. അതാണ് ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ദ വേൾഡ്. ചൈനയും ബാക്കി ലോകരാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചൈനയുടെ ആ ഒരു ഗ്ലോബൽ ലീഡർ എന്നുള്ള പൊസിഷനിലേക്ക് ഉയർന്നു വരാൻ ചൈന പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഇനി അടുത്താണ് ഏഷ്യ ആഫ്രിക്ക ഗ്രോത്ത് കോറിഡോർ. നമ്മൾ പറഞ്ഞു വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവ് എന്നുള്ളത് ചൈനയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ജപ്പാനും കൂടെ 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഏഷ്യ ആഫ്രിക്ക ഗ്രോത്ത് കോറിഡോർ. It is aiming to discover the sea routes and creating new corridors in the sea to link African nations with India and countries of South Asia and Southeast Asia. ഇന്ത്യയും സൗത്ത് ഏഷ്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും രാജ്യങ്ങളെ ആഫ്രിക്കൻ നേഷൻസുമായി കണക്ട് ചെയ്യുന്ന സീ റൂട്ട്സും പുതിയ ലാൻഡ് കോറിഡോഴ്സും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്നുള്ളത് ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് എയിംസ് ടു ഡെവലപ്പ് പ്രൊജക്ട്സ് ഇൻ ഏതൊക്കെ സെക്ടറിലാണ് ഇവർ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. ഹെൽത്ത് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചർ ആൻഡ് ആഗ്രോ പ്രോസസ്സിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ്,
along with enhancing research and development capacity in Africa. ആഫ്രിക്കനെ ഏഷ്യൻ കൺട്രീസുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അടുത്ത് നോർഡ് സ്ട്രീം 2. ഇതൊരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റാണ്. റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റാണ്. ഏതിൽ കൂടെയാണ് പോകുന്നത്? ബാൾട്ടിക് സീ വഴിയാണ് പോകുന്നത്. ലാൻഡിൽ കൂടെയല്ല, ബാൾട്ടിക് സീ വഴിയാണ്. ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഉക്രൈനിൽ കൂടെയോ അതർ യൂറോപ്യൻ നാഷനിൽ കൂടെയോ ടച്ച് ചെയ്യാതെ തന്നെ നേരിട്ട് ജർമ്മനിയിലേക്ക് എത്താൻ സാധിക്കും. ഇറ്റ്സ് എ ഡയറക്റ്റ് സപ്ലൈ ഓഫ് നാച്ചുറൽ ഗ്യാസ് അണ്ടർ ദ ബാൾട്ടിക് സീ ഫ്രം റഷ്യൻ സിറ്റി ഉസ്ലുങ്ക ടു ജർമ്മൻ സിറ്റി ലുബ്മിൻ. അതായത് നമുക്കിപ്പോൾ അറിയാം, റഷ്യ യുക്രൈൻ ടെൻഷൻസ് കാരണം ലാൻഡിലൂടെയുള്ള ട്രാൻസ്പോർട്ട് എല്ലാം നമുക്ക് ബ്ലോക്ക് ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓൾറെഡി ഇത് കംപ്ലീഷൻ സ്റ്റേജിലാണ്. റഷ്യയാണ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസർ. അടുത്ത് Indo-Pacific Oceans Initiative. It's an initiative launched by India in East Asia Summit in Thailand 2019. 2019 ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റിൽ തായ്ലാൻഡിൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവ്. ഇതും നമ്മൾ ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഡോ പസഫിക് റീജിയനിലെ ചൈനയുടെ അപ്രമാദിത്വത്തെ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇൻഡോ-പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവ്. 7 പില്ലേഴ്സ് ആണ് ഇതിനുള്ളത്. 1 മാരിടൈം സെക്യൂരിറ്റി, 2 മാരിടൈം എക്കോളജി, 3 മാരിടൈം റിസോഴ്സസ്, ദെൻ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് റിസോഴ്സ് ഷെയറിംഗ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, സയൻസ് ടെക്നോളജി ആൻഡ് അക്കാദമിക് കോപ്പറേഷൻ, ട്രേഡ് കണക്ടിവിറ്റി ആൻഡ് മാരിടൈം ട്രാൻസ്പോർട്ട്. ഇത്രയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന 7 പില്ലേഴ്സ്. നെക്സ്റ്റ് ഈസ് EU3 അല്ലെങ്കിൽ EU ട്രയോ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ സ്ഥാപകരായിട്ടുള്ള 3 ലാർജസ്റ്റ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. അവരാണ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. നോക്കുക, ഇവിടെ ഇറ്റലിയാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലിയാണ്. ഇംഗ്ലണ്ട് അല്ല. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. ഇവർ 3 പേരുമാണ് യൂറോപ്യൻ യൂണിയൻ്റെ സ്ഥാപകരായിട്ടുള്ള ലാർജ് മെമ്പേഴ്സ്. ഇവരെയാണ് EU3 എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഒബ്സർവർ സ്റ്റാറ്റസ് അറ്റ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. സാധാരണ 1946 മുതൽ UN ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ ഒബ്സർവർ സ്റ്റാറ്റസ്, അതായത് പെർമനൻറ്റ് മെമ്പേഴ്സ് അല്ലാത്തവർക്ക് ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ കൊടുത്തത് സ്വിസ് ഗവൺമെൻറ്റിനാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾക്ക് മാത്രമല്ല, ഓർഗനൈസേഷൻസിനും അതർ എൻറ്റിറ്റീസിനും ഇങ്ങനത്തെ ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും അതർ എൻറ്റിറ്റീസ്, FAO പോലുള്ള അതർ എൻറ്റിറ്റീസിനും ഒബ്സർവർ സ്റ്റാറ്റസ് UN ജനറൽ അസംബ്ലി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം നോക്കാം. പെർമനൻറ്റ് ഒബ്സർവേഴ്സ് മേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സെഷൻസ്. UNൻ്റെ ജനറൽ അസംബ്ലി സെഷൻസിൽ പങ്കെടുക്കാം. ആൻഡ് വർക്കിംഗ് ഓഫ് ദ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാം. ആൻഡ് മെയിൻറ്റെയിൻ മിഷൻസ് അറ്റ് UN ഹെഡ്ക്വാർട്ടേഴ്സ്. UN ഹെഡ്ക്വാർട്ടേഴ്സിൽ മിഷൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം ന്യൂസിൽ വരാൻ കാരണം ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ള ഇന്ത്യ ഫ്രാൻസ് ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ഈ പ്രൊജക്റ്റിന് ഒരു പെർമനൻറ്റ് ഒബ്സർവർ സ്റ്റാറ്റസ് UN ജനറൽ അസംബ്ലി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ISAക്ക് ഇനി UN ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് ന്യൂയോർക്കിൽ അവരുടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഗ്ലോബൽ എനർജി ഗ്രോത്തും ഡെവലപ്മെൻറ്റും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി സഹായിക്കും. ഇനി എന്താണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് നോക്കാം. ഇത് ഇന്ത്യയും ഫ്രാൻസും കൂടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു എഫേർട്ടാണ്. ത്രൂ ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സോളാർ എനർജി സൊല്യൂഷൻസ്, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ശ്രമിക്കുന്ന അതിനാണ്. ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചിനെ സോളാർ എനർജി കൊണ്ട് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇന്ത്യയും ഫ്രാൻസുമാണ് ഇതിൻ്റെ മെയിൻ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇത് ആരംഭിക്കുന്നത് 21st COP ഓഫ് UNFCC, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പാരീസ് സമ്മിറ്റിലാണ് ഇന്ത്യയും ഫ്രാൻസും കൂടെ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്.
അടുത്തത് G20 ട്രോയ്ക്ക. ട്രോയ്ക്ക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് G20യുടെ അകത്ത് വരുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. അതായത് അവിടുത്തെ പ്രസിഡൻസിയുടെ, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ്, ഈ വട്ടത്തെ പ്രസിഡന്റ്, നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രസിഡന്റ്, ഇവർ 3 പേരും കൂടുന്നതാണ് ട്രോയ്ക്ക. ഇന്ത്യ ഈ ഗ്രൂപ്പിലോട്ട് ഇപ്പോൾ ആഡ് ആക്കപ്പെട്ടു. കാരണം December 1, 2022 തൊട്ട് ഇന്ത്യയാണ് G20യുടെ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നത്. സോ ഇന്ത്യ ഈസ് നൗ ഇൻ ദ G20 ട്രോയ്ക്ക. നെക്സ്റ്റ് ഇയർ G20യുടെ തീം എന്ന് പറഞ്ഞാൽ റിക്കവർ ടുഗദർ, റിക്കവർ സ്ട്രോങ്ങർ എന്നാണ്. ഇന്ത്യ ആയിരിക്കും അതിൻ്റെ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. UN ഒരു ഏജൻസിയാണിത്. അതായത് റെഫ്യൂജീസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ്. പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ദ റെഫ്യൂജീസ്, ഫോഴ്സിബിളി ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്ലെസ് പീപ്പിൾ. അതായത് റെഫ്യൂജി എന്നുള്ള ഇതിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കെല്ലാവരുടെയും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. 1950 ആണ് ഇത് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡാണ്. ഇപ്പം ന്യൂസിൽ ഇത് വരാൻ കാരണം വോഡാഫോൺ എന്നുള്ള കമ്പനി അവരുടെ ഫസ്റ്റ് SMS അതിനെ ഒരു നോൺ ഫഞ്ചിബിൾ ടോക്കണാക്കി മാറ്റിയതിന് ശേഷം അത് UNHCRന് ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് നോക്കാം. ഇറ്റ്സ് വൺ ഓഫ് ദ കൈൻഡ് ഓഫ് ഡിജിറ്റൽ കളക്റ്റിബിൾ ആണ്. ഇറ്റ്സ് യുണീക്ക് ആൻഡ് കനോട്ട് ബി റീപ്ലേസ്ഡ്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ലൈക്ക് സോങ്, മൂവി, ഫോട്ടോ, എക്സെട്ര. അതായത് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു സാധനത്തിനെയും നമുക്ക് NFT ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനൊരു പ്രത്യേക വാല്യൂ കൊടുക്കും. അത് പിന്നീട് ഓപ്ഷനിൽ നമുക്ക് ആളുകൾക്ക് വാങ്ങാൻ സാധിക്കും. ആ പൈസ ഇവർ UNHCRന് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് ട്രോയ്ക്ക പ്ലസ്. ട്രോയ്ക്ക പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീറ്റിംഗ് ബൈ US, റഷ്യ, ചൈന, പാകിസ്ഥാൻ. ഇവർ 4 പേരും ഓൺ അഫ്ഗാനിസ്ഥാൻ പീസ് പ്രോസസ് അലോങ് വിത്ത് അഫ്ഗാനിസ്ഥാൻ റെപ്രസെൻറ്റേറ്റീവ്. അതായത് അഫ്ഗാനിസ്ഥാനിലെ പീസിന് വേണ്ടിയിട്ട് US, റഷ്യ, ചൈന, പാകിസ്ഥാൻ ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് നടത്തുന്ന മീറ്റിങ്ങിനെയാണ് ട്രോയ്ക്ക പ്ലസ് എന്ന് പറയുന്നത്. ഇന്ത്യ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് വയലൻസ് ആൻഡ് ടു എൻഡ് ദ ആംഡ് കോൺഫ്ലിക്റ്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ്, ഓഫീസ് ഓഫ് യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് UN ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 1993 ദാറ്റ് പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ് ഓഫ് ഓൾ പീപ്പിൾ. എല്ലാവരുടെയും ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. ഇത് വർക്ക് ചെയ്യുന്നത് അണ്ടർ ദ മാൻഡേറ്റ് ഓഫ് UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ 48/141. അതായത് ഏതൊക്കെ മാൻഡേറ്റിൻ്റെ അണ്ടറിലാണ് ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വർക്ക് ചെയ്യുന്നത് നോക്കാം. UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ 48/141, ദ ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ്, the Universal Declaration of Human Rights and subsequent human rights instruments, and 1993 Vienna Declaration and Program of Action. ഇത്രയും മാൻഡേറ്റ്സ് ഉണ്ട് UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്. അടുത്ത UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ 2615. UN സെക്യൂരിറ്റി കൗൺസിൽ ഹാസ് യുനാനിമസ്ലി പാസ്ഡ് ദിസ് റെസൊല്യൂഷൻ. അതായത് ഈ റെസൊല്യൂഷൻ്റെ പേര് 2615 എന്നാണ്. ഇത് UNലെ എല്ലാ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സും കൂടെ പാസ് ചെയ്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർവ് ഔട്ട് ദ സാങ്ഷൻസ് അഗെയിൻസ്റ്റ് താലിബാൻ. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അഗെയിൻസ്റ്റ് ആയിട്ട് UNSC കൊടുത്തിരുന്ന ആ സാങ്ഷൻസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരുന്നു ഇത്. ഇത് റെസൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഈ ഒരു റെസൊല്യൂഷൻ മാറ്റിയത് കൊണ്ട് നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ്സ് ടു അഫ്ഗാനിസ്ഥാൻ നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ്, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്, അതായത് BIS. 1930 ഇത് ആരംഭിക്കുന്നത്.
by an intergovernmental agreement between Germany, Belgium, France, UK, Italy, Japan, US and Switzerland. ഇത്രയും മെമ്പേഴ്സ് കൂടെ 1930 ആരംഭിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ അഗ്രിമെന്റ് ആയിരുന്നു അത്. ഇന്ത്യയും ഇതിൻ്റെ പാർട്ടാണ്. ടോട്ടൽ 62 മെമ്പേഴ്സ് ഇതിനുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ ബേസിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബാങ്ക് ഓഫ് ദ സെൻട്രൽ ബാങ്ക്സ് ഓഫ് ഓൾ ദ മെമ്പർ നേഷൻസ്. അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോഓപ്പറേഷൻ ഉറപ്പിക്കുക, ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ബേസിൽ നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അജണ്ട. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പിക്കുക. അടുത്ത് ബ്ലോക്ക് ചെയിൻ ബിൽ ഓഫ് റൈറ്റ്സ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഗ്ലോബൽ ബ്ലോക്ക് ചെയിൻ കൗൺസിൽ എന്നുള്ള ഓർഗനൈസേഷനാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. WEFിൻ്റെയാണ് ബ്ലോക്ക് ചെയിൻ ബിൽ ഓഫ് റൈറ്റ്സ്. ഇത് ഒരു എന്താ പറയുക, മാൻഡേറ്റഡ് ഡോക്യുമെൻ്റ് അല്ല. ദിസ് പ്രിൻസിപ്പിൾസ് ആർ ഇൻറ്റൻഡഡ് ടു സെർവ് ആസ് എ സ്റ്റിയറിംഗ് ഡോക്യുമെൻറ്റ് ആൻഡ് ആർ നോട്ട് ലീഗലി ബൈൻഡിങ്. ലീഗലി ബൈൻഡിങ് അല്ല, ജസ്റ്റ് ഒരു അഡ്വൈസറി നേച്ചർ മാത്രമാണ് ഇതിനുള്ളത്. ദിസ് ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ സീരീസ് ഓഫ് ഡാറ്റ ലിങ്ക്ഡ് ടുഗദർ. എവറി സിംഗിൾ ട്രാൻസാക്ഷൻ ഈസ് ലിങ്ക്ഡ് ടു ദ ചെയിൻ. ഓരോ ട്രാൻസാക്ഷനും ഈ ബ്ലോക്ക് ചെയിനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ബ്ലോക്ക് ചെയിൻ ബിൽ ഓഫ് റൈറ്റ്സ് എയിം ടു എസ്റ്റാബ്ലിഷ് എ ഗ്ലോബൽ ബേസ് ലൈൻ ഫോർ ദ ഡെവലപ്പേഴ്സ്. അതായത് ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ളത് ആർക്കൊക്കെ ബാധകമാണെന്ന് നോക്കാം. ഗ്ലോബൽ ബേസ് ലൈൻ ഫോർ ദ ഡെവലപ്പറിന്, കോർപ്പറേറ്റ്സിന്, ഗവൺമെൻറ്റ്സിന്, ഗവൺമെൻറ്റ്സ് ബിൽഡിംഗ് ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻ സോ ദാറ്റ് എവറിബഡി വിൽ ബി ഗെറ്റ് ബെനിഫിറ്റഡ്. അതായത് ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സ് ഈ പറഞ്ഞിട്ടുള്ള ഉണ്ടാക്കുന്ന ആൾക്കാർ, കോർപ്പറേറ്റ്സ്, ഗവൺമെൻറ്റ്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബിൽ ഓഫ് റൈറ്റ്സ് ഇറക്കിയിട്ടുള്ളത്. അടുത്ത് നൈറോബി ഡിക്ലറേഷൻ. ഇത് ഒരു ഡിക്ലറേഷൻ ബൈ ആഫ്രിക്കൻ മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ഡെലിഗേഷൻസ് ആണ് about delivering the commitment on program of action for implementation of Sendai framework in Africa. സെൻഡായ് ഫ്രെയിംവർക്ക് ആഫ്രിക്കയിൽ എങ്ങനെ നടപ്പാക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഡെലിവർ ചെയ്തേക്കുവാണ് ആഫ്രിക്കൻ മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ. സെൻഡായ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഡിസാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു ഷോക്സ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. ജപ്പാനിലാണ് സെൻഡായ് എന്നുള്ള സ്ഥലമുള്ളത്. അവിടെ വെച്ചിട്ടുള്ള ഒരു കൺവെൻഷൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിട്ടുള്ളത്. സെൻഡായ് ഫ്രെയിംവർക്ക് പ്രൊവൈഡ്സ് എ പാത്വേ ഇൻ ഗൈഡിങ് ദ കൺട്രീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ദ effect of shocks caused by natural and human-induced hazards by 2030 compared to 2005 and 2010. 2030 ആകുമ്പോഴത്തേക്കും ഓരോ നാച്ചുറൽ ഹസാർഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് കാരണം ഉണ്ടാകുന്ന ഷോക്കുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. കമ്പയറിങ് ടു 2005-10 പീരീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2030 ആ ലെവൽ ഓഫ് ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ കൺട്രീസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ സെൻഡായ് ഫ്രെയിംവർക്കിൽ പറയുന്നത്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഫ്രിക്കൻ നേഷൻസ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നൈറോബി ഡിക്ലറേഷനിൽ ആഫ്രിക്കൻ മിനിസ്റ്റേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ട്രേഡ് ഇൻ സർവീസസ് ആൻഡ് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, അതായത് ഗാഡ്സ്. 1995 ഉറുഗ്വായ് റൗണ്ട് ഓഫ് ഡിസ്കഷൻസിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് റൂൾസ് ഓൺ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സർവീസസ് ഇൻ്റർനാഷണലി ഒരു റൂൾസ് ഫോം ചെയ്യുന്നത് 1995 ഉറുഗ്വായ് റൗണ്ട് ഓഫ് ഡിസ്കഷൻസിലാണ്. ഇത് 4 മോഡ്സ് ഓഫ് സർവീസസിന് അപ്ലിക്കബിൾ ആണ്. ഒന്ന് ക്രോസ് ബോർഡർ സപ്ലൈ, കൺസംഷൻ അബ്രോഡ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രസൻസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് നാച്ചുറൽ പേഴ്സൺസ്. ഈ 4 തരം സർവീസസിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഒന്നുകൂടെ പറയാം: ക്രോസ് ബോർഡർ സപ്ലൈ, കൺസംഷൻ അബ്രോഡ്, കൊമേഴ്ഷ്യൽ പ്രസൻസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് നാച്ചുറൽ പേഴ്സൺ.
ഇനി ഇത് എന്തെല്ലാം സർവീസിന് അപ്ലിക്കബിൾ അല്ല എന്ന് നോക്കാം. നോട്ട് അപ്ലിക്കബിൾ ഫോർ ദ സർവീസസ് സപ്ലൈഡ് ഇൻ ദ എക്സൈസ് ഓഫ് ഗവൺമെന്റ് അതോറിറ്റി ആൻഡ് സർവീസസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ എക്സൈസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് സർവീസസ്. അതായത് ഗവൺമെന്റിന്റെ സർവീസസ് റിലേറ്റഡ് ടു എയർ ട്രാൻസ്പോർട്ട് സർവീസസ്, ഇതെല്ലാം ഇതിൻ്റെ പരിധിയിൽ പെടുന്നതല്ല. It establishes a mechanism for all WTO members to make a commitment to liberalize the trading services. ഇത് ഒരു എല്ലാ WTO മെമ്പേഴ്സിനും ബാധകമാണ്. എല്ലാവരോടും ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻ ഓർഡർ ടു ലിബറലൈസ് ദ ട്രേഡിംഗ് സർവീസസ്. ഇങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസ്പ്യൂട്ട്സ് എല്ലാം റിസോൾവ് ചെയ്യാനായിട്ട് കുറേയും കൂടെ എളുപ്പമായിരിക്കും. ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസമായിട്ടും ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് സർവീസസ് ഡൊമസ്റ്റിക് റെഗുലേഷൻസ്. The first set of rules for services in WTO started in 2017. 67 members countries covering 90% of the world trade agreed upon it. The signatories have agreed to leave the pact open for other countries to join in and apply it on the most favored nation basis. That is, equal treatment to countries that are not parties to the agreement as given to the parties to the agreement. Most favored nation എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് തന്നെയാണ് ഗിവിങ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു കൺട്രീസ് ദാറ്റ് ആർ നോട്ട് പാർട്ടീസ് ടു ദ എഗ്രിമെൻറ്റ് ആസ് ഗിവൺ ടു ദ പാർട്ടീസ് ടു ദ എഗ്രിമെൻറ്റ്. അടുത്ത ഗ്ലോബൽ ആൻറ്റി ബേസ് ഇറോഷൻ. OECD ആണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്നുള്ള ഒരു മെക്കാനിസം സാധാരണ മൾട്ടിനാഷണൽ കമ്പനീസ് ചെയ്തു വരുന്ന ഒരു മെക്കാനിസമാണ്. ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ നമ്മുടെ ടാക്സ് ട്രീറ്റീസ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ടാക്സ് കുറവുള്ളത് ആ രാജ്യത്ത് പ്രോഫിറ്റ് അധികം കാണിച്ച് ഈ രാജ്യത്ത് കൂടുതലുള്ള സ്ഥലത്ത് പ്രോഫിറ്റ് കുറവ് കാണിക്കും. അങ്ങനെയാകുമ്പോൾ അവർ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് OECD ഇങ്ങനെ ഒരു ഗ്ലോബൽ ആൻറ്റി ബേസ് ഇറോഷൻ എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. 50% ഗ്ലോബൽ മിനിമം ടാക്സ് കൊടുക്കണം എന്നുള്ള രീതിയിലാണിത് പറയുന്നത്. ഗ്ലോബ് എയിംസ് ടു പ്രൊവൈഡ് എ പ്രിസൈസ് ടെംപ്ലേറ്റ് to governments for taking forward the two-pillar solution to address the tax challenges arising from digitization agreed on Global 2021 by 137 countries and jurisdictions. ഈ ടാക്സ് ചലഞ്ചസിന്, അതായത് ഡിജിറ്റൈസേഷൻ കാരണം ഉണ്ടായിട്ടുള്ള ഈ ടാക്സ് ചലഞ്ചസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 137 മെമ്പർ കൺട്രീസ് ഓഫ് OECD അഗ്രി ചെയ്തിട്ടുള്ളതാണ് ഈ ഫ്രെയിം വർക്ക് 15% ഗ്ലോബൽ മിനിമം ടാക്സ് എന്നുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യ ശ്രീലങ്ക ഫിഷറീസ് ഡിസ്പ്യൂട്ട്. ആക്ച്വലി ഇന്ത്യൻ ഫിഷർമാൻസും ശ്രീലങ്കൻ ഫിഷർമാൻസും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ദർ ഈസ് നോ വെൽ ഡിഫൈൻഡ് മാരിടൈം ബൗണ്ടറി ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. അതായത് രണ്ട് കൺട്രിക്കും തമ്മിൽ എക്സാക്ട്ലി ഇവിടം വരെയാണ് നിങ്ങളുടെ ലാൻഡ് വാട്ടർ ബൗണ്ടറി എന്നുള്ള ഡിമാർക്കേഷൻ ഇല്ല. 1974 ഒരു അഗ്രിമെൻ്റ് പ്രകാരം നമ്മുടെ കച്ചത്തീവ് ഐലൻഡ് എന്നുള്ളത് ശ്രീലങ്കയുടെ പാർട്ടാണ്. അവിടെ കുറേയും കൂടെ ഫിഷറീസ് റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫിഷർമാൻ നമ്മുടെ വാട്ടേഴ്സിൽ ഫിഷ് കുറവാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ മുന്നോട്ട് പോയി ഫിഷിങ് ചെയ്യും. സോ അങ്ങനെയാവുമ്പോൾ ശ്രീലങ്കയുടെ വാട്ടേഴ്സിൽ എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അത് ഒരുപാട് ഫിഷർമാൻസ് ശ്രീലങ്കൻ ജയിലിൽ അകപ്പെടാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 74-76 പീരീഡിൽ ഓൾമോസ്റ്റ് 4 മാരിടൈം ബൗണ്ടറി അഗ്രിമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് കോസ്റ്റലെ മാരിടൈം റിസോഴ്സസ് കുറഞ്ഞു വരുന്നത് ഇതിനൊരു കാരണമാണ്. അതായത് നമ്മുടെ ഇവിടെ ഉള്ള ട്രോളിംഗ് നിരോധനം അത്രത്തോളം ഇഫക്റ്റീവ് അല്ല.
ശ്രീലങ്കയിലാണെങ്കിൽ ബോട്ടം ട്രോളിംഗ് ഫുള്ളി ബാൻഡ് ആണ് ഫ്രം 2017. അതുകൊണ്ട് തന്നെ അവിടെ ഫിഷറീസ് എന്നുള്ള മത്സ്യസമ്പത്ത് കൂടുതലാണ്, ഇന്ത്യയിൽ കുറവുമാണ്. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. സോ നമ്മുടെ 2021 ഡിസംബർ IR റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.